എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിന്ധു, വക്കത്ത് നിന്നാണ് വരുന്നത്. ഇവിടെ കുറേ സമയമായിട്ട് വികസനത്തെക്കുറിച്ച് മാറി മാറി സംസാരിക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. സിദ്ധാർത്ഥിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പാവപ്പെട്ടവൻ ഒരിക്കലും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. ആ തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇവിടെ നിന്ന് ലഭ്യമായത്. അതായത് CPM കോൺഗ്രസിനെയും കോൺഗ്രസ് CPMനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ തീരപ്രദേശങ്ങളിലെ ഏക വരുമാന മാർഗമായിരുന്നു കയർ മേഖല. ഈ കയർ മേഖല മാറി മാറി ഭരിച്ച് ഇന്ന് ശൂന്യതയിലെത്തി. അതായത് ഒരിടത്ത് പോലും കയർ വിരിക്കുന്ന ഒരു സംവിധാനം ഇല്ല. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇനി നേരത്തെ ഇവിടെ പ്രതിപാദിച്ചു പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതി. ഞാനും ഒരു ജനപ്രതിനിധിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളമാണ് ഇത് ഗ്രാമപ്രദേശങ്ങളിൽ എത്തുന്നതെന്ന്. അതെ, ചോദ്യത്തിലേക്കാണ് വരുന്നത്. ചോദ്യത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ ഇത് സംസാരിക്കാൻ നിവൃത്തിയില്ല. ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ജനറൽ വിഭാഗത്തിന് 2 ലക്ഷം രൂപയും SC വിഭാഗത്തിന് 2.5 ലക്ഷം രൂപയും ST വിഭാഗത്തിന് 3 ലക്ഷം രൂപയും മാറ്റിവെക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കേരള സർക്കാർ എത്ര പേർക്ക് ഇത് ലഭ്യമാക്കിയിട്ടുണ്ട്? ഇത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ലൈസൻസിന് വേണ്ടിയിട്ട്, അതായത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, മാന്യതയില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം, അമിതമായ ഫീസാണ് ഈടാക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി ഡ്രൈവിംഗ് പാസ്സായാൽ ആ വ്യക്തിക്ക് ഒരു എന്താ പറയാ, ആളുടെ ലൈസൻസ് കൊടുക്കാൻ പേപ്പറില്ല അല്ലെങ്കിൽ കാർഡില്ല എന്ന് പറയുന്ന ഈ സർക്കാരിനോട് എന്താ പറയാനുള്ള, എന്താണ് നിങ്ങൾക്ക് അതിനുള്ള മറുപടി? ഇനി ഒരു ചോദ്യം കൂടി. ചോദ്യങ്ങളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ പ്രശ്നമില്ല. 3 ക്വസ്റ്റ്യനേ ഉള്ളൂ സർ. അതായത് ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടി. SSLC പരീക്ഷ നമ്മളിപ്പോ കണ്ടതാണ്. നാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അതായത് പേപ്പറിന് പൈസയില്ല എന്ന് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ നാണം കെട്ട ഈ ഒരു സർക്കാർ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹൈമാസ് ലൈറ്റിന് വേണ്ടി 3 ലക്ഷവും 4 ലക്ഷവും 5 ലക്ഷവും പിന്നെ അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡുകൾക്ക് വേണ്ടി 10 ലക്ഷവും ചിലവഴിക്കുമ്പോൾ ഈ പാവപ്പെട്ടവന്റെ ഒരു പാർപ്പിടത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അല്ല, ആറ്റിങ്ങൽ മണ്ഡലം അത് കയർ മേഖല പ്രതിസന്ധിയിലാണോ?